നമസ്കാരം. ഇന്ന് നമ്മൾ പൗലോ കൊയ്ലോയുടെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ദി ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ. ഇതിന്റെ ഒരു ആഴത്തിലുള്ള വിശകലനം എന്ന് പറയാം. സ്വപ്നങ്ങൾ, വിധി, പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ ഒരു രഹസ്യ ഭാഷ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. തീർച്ചയായും. അപ്പോ സാന്റിയാഗോ എന്ന ആട്ടിടയൻ, അവന്റെ ഒരു സ്വപ്നം ഈജിപ്തിലെ പിരമിഡിന്റെ അടുത്തൊരു നിധിയുണ്ട് എന്ന്. അതാണല്ലോ തുടക്കം. അതെ. പക്ഷെ അതിനപ്പുറം ഇതിലെ പ്രധാന ആശയം ഈ പേഴ്സണൽ ലെജൻഡാ. അതെ. അതായത് ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു ജീവിത ലക്ഷ്യം, ഒരു നിയോഗം ഉണ്ട് എന്നുള്ളത്. ശരിയാണ്. നമ്മളിന്ന് നോക്കുന്നത് ആ കഥയുടെ ഒരു സംഗ്രഹം എന്നതിലുപരി അതിലെ ഉൾക്കാഴ്ചകൾ, സാന്റിയാഗോയുടെ യാത്രയുടെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്നൊക്കെയാണ്. അപ്പൊ യാത്ര തുടങ്ങാൻ അവനൊരു പ്രചോദനം കിട്ടുന്നത് മെൽക്കിസെദെക്ക് എന്നൊരു രാജാവിൽ നിന്നാണല്ലോ. അതെ, സാലിമിന്റെ രാജാവ് എന്ന് പറയുന്ന ആള്. അദ്ദേഹം ഊറിയും തുമ്മിയും എന്ന 2 കല്ലുകൾ കൊടുക്കുന്നുണ്ട്. അതെ. അതെന്തിനാണ് ശരിക്കും? വെറുതെ ഭാഗ്യം നോക്കാനോ മറ്റോ? ഹോ, അങ്ങനെയല്ല. അതൊരു എന്താ പറയാ, ശകുനങ്ങൾ വായിക്കാൻ സഹായിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനേക്കാൾ പ്രധാനം സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനും പ്രപഞ്ചത്തിന്റെ സൂചനകൾ ശ്രദ്ധിക്കാനും അവനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു വഴിത്തിരിവിൽ നിൽക്കുമ്പോൾ മനസ്സ് പറയുന്നത് കേൾക്കാൻ ഒരു ഉപകരണം പോലെ. പിന്നെ മെൽക്കിസെഡെക്ക് പറയുന്ന പ്രധാന വാചകമുണ്ടല്ലോ, തീവ്രമായി എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ അത് നേടാൻ പ്രപഞ്ചം മുഴുവൻ കൂടെ നിൽക്കും എന്നത്. അതൊരു വെറും ഭംഗിവാക്കല്ല. ലക്ഷ്യബോധത്തോടെ നമ്മൾ ഇറങ്ങിയാൽ അവസരങ്ങൾ വഴിയിൽ തെളിയും എന്നതിന്റെ ഒരു വലിയ സൂചനയാണത്. ശരിയാണ്. ആ ഒരു വിശ്വാസത്തിലാണല്ലോ അവൻ ആടുകളെയൊക്കെ വിട്ട് ടാഞ്ചിയറിലേക്ക് പോകുന്നത്. അതെ. പക്ഷെ അവിടെ ചെന്നപാടെ കയ്യിലുള്ള പൈസയെല്ലാം പോവുകയാണ്. അതൊരു വലിയ തിരിച്ചടിയല്ലേ? സാധാരണ ഒരാളാണെങ്കിൽ അവിടെ വെച്ച് നിർത്തി തിരിച്ചു പോയേനെ. അങ്ങനെ തോന്നാം. അതൊരു ടെസ്റ്റാണ് ശരിക്കും. പണം പോയി, പക്ഷേ അവന്റെ സ്വത്വം അല്ലെങ്കിൽ ആ ലക്ഷ്യം അത് നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു തിരിച്ചറിവ് അവിടെ വരുന്നുണ്ട്. പിന്നെ ആ ക്രിസ്റ്റൽ വ്യാപാരിയുടെ കൂടെയുള്ള ജോലി, അതൊരു വെറും അതിജീവനമല്ല, അത് ക്ഷമ പഠിപ്പിക്കുന്നുണ്ട്, ലക്ഷ്യത്തിൽ നിന്ന് ശ്രദ്ധ മാറാതിരിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. അതെ. നാട്ടിലേക്ക് മടങ്ങാനുള്ള പണം കയ്യിൽ കിട്ടിയിട്ടും അവൻ സ്വപ്നത്തിന്റെ പിന്നാലെ പോകാൻ തീരുമാനിക്കുന്നു. അതാണ് ആ പേഴ്സണൽ ലെജൻഡിന്റെ ശക്തി. പിന്നെ വരുന്നത് സഹാറ മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്. അവിടെ വെച്ചൊരു ഇംഗ്ലീഷുകാരനെ കാണുന്നു. ആൽക്കെമിയെ പറ്റി പഠിക്കാൻ നടക്കുന്ന ആള്. അവിടെയാണ് ഈ ലോകത്തിന്റെ ഭാഷ എന്നൊരാശയം വരുന്നത്. അതെന്താണ് ശരിക്കും? അതായത് പുസ്തകത്തിലെ അറിവ് മാത്രമല്ല, ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷിച്ച് അതിലെ സൂചനകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. ശകുനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ അതിനപ്പുറം ഇൻറ്റ്യൂഷൻ പോലെ. അതെ, ഇൻറ്റ്യൂഷൻ, പ്രകൃതിയിൽ നിന്നുള്ള പാഠങ്ങൾ. സാന്റിയാഗോ പിന്നീട് പരുന്തുകളുടെ പറക്കൽ നോക്കി യുദ്ധം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അത് ഈ ഭാഷ പഠിച്ചതുകൊണ്ടാണ്. ശരി. പിന്നീട് മരുപച്ചയിലെത്തുന്നു. അവിടെ ഫാത്തിമയെ കണ്ടുമുട്ടുന്നു. പ്രണയം. അവിടെ ഒരു സംഘർഷം വരുന്നുണ്ടല്ലോ. ലക്ഷ്യമാണോ പ്രണയമാണോ വലുത് എന്നൊരു ചോദ്യം ഉണ്ട്. പക്ഷെ ഫാത്തിമയുടെ മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ്. യഥാർത്ഥ സ്നേഹം ഒരിക്കലും ഒരാളുടെ പേഴ്സണൽ ലെജൻഡിന് തടസ്സമാവില്ല, അതിനെ പിന്തുണയ്ക്കുകയേ ചെയ്യൂ എന്ന്. ആ തിരിച്ചറിവ് വളരെ വലുതാണ്. അവിടെ വെച്ച് തന്നെയാണല്ലോ യഥാർത്ഥ ആൽക്കെമിസ്റ്റിനെ കാണുന്നത്. അതെ. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, കഷ്ടപ്പാടിനെക്കുറിച്ചുള്ള പേടിയാണ് പലപ്പോഴും യഥാർത്ഥ കഷ്ടപ്പാടിനേക്കാൾ ഭീകരമെന്ന്. അത് ശരിയാണ്. പലപ്പോഴും നമ്മൾ പേടിച്ചു പിന്നോട്ട് വലിയും. അതെ. ആ പേടി മാറ്റിവെച്ചാലേ മുന്നോട്ടു പോകാൻ പറ്റൂ. അതിനെ അക്ഷരാർത്ഥത്തിലൊരു മാജിക്കായി കാണുന്നതിനേക്കാൾ അതൊരു ആന്തരിക പരിവർത്തനത്തിന്റെ പ്രതീകമായി കാണുന്നതാണ് നല്ലത്. അതായത് അവൻ അതുവരെ പഠിച്ച ലോകത്തിന്റെ ഭാഷ, പ്രപഞ്ചവുമായുള്ള ബന്ധം, സ്വന്തം ഉള്ളിലെ ശക്തി, ഇതെല്ലാം ഉപയോഗിച്ചൊരു വലിയ ഭയത്തെ, ഒരു പരിമിതിയെ മറികടക്കുന്നതിന്റെ ഒരു രൂപകമാണത്. മരുഭൂമിയോടും കാറ്റിനോടും സൂര്യനോടുമൊക്കെ സംസാരിച്ച് തന്നെ ഒരു പുതിയ തലം കണ്ടെത്തുകയാണ്. ഒടുവിൽ അവൻ പിരമിഡുകളുടെ അടുത്തെത്തുന്നു. പക്ഷേ നിധി അവിടെയില്ല. പകരം കുറച്ച് കൊള്ളക്കാർ വന്ന് ആക്രമിക്കുന്നു. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നതൊക്കെ വെറുതെയായെന്ന് തോന്നലുണ്ടാവില്ലേ? ഉണ്ടാവാം. പക്ഷേ അവിടെയാണ് കഥയുടെ ഒരു ഭയങ്കരമായൊരു ട്വിസ്റ്റ്. അതെന്താണ്? കൊള്ളക്കാരിൽ ഒരാള് ഇവനെ പുച്ഛിച്ചുകൊണ്ട് അവന്റെ ഒരു സ്വപ്നം പറയുന്നുണ്ട്. സ്പെയിനിലെ ഒരു പഴയ പള്ളിയിലെ സിക്കമൂർ മരത്തിന്റെ ചുവട്ടിൽ നിധിയുണ്ടെന്ന് അവനും സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന്.
അപ്പോ യഥാർത്ഥ നിധി? അതെ, യഥാർത്ഥ നിധി ഒളിപ്പിച്ചത് അവൻ യാത്ര തുടങ്ങിയ അതേ സ്ഥലത്താണ്. അപ്പൊ ഈ യാത്ര മുഴുവൻ വെറുതെ ആയിരുന്നോ? ഒരിക്കലുമല്ല. ആ സ്ഥലം അറിയണമെങ്കിൽ ഈ യാത്ര ആവശ്യമായിരുന്നു. ഈ അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നു പോകണമായിരുന്നു. ആ കൊള്ളക്കാരനെ അവിടെ വെച്ച് കണ്ടുമുട്ടണമായിരുന്നു. യാത്ര ഒട്ടും പാഴായില്ല. ശരിയാണ്. അവൻ സ്പെയിനിൽ തിരിച്ചെത്തി ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് നിധി കണ്ടെത്തുന്നു, സ്വർണവും രത്നങ്ങളുമൊക്കെ. അതെ, പക്ഷേ ആ നിമിഷത്തിൽ സാന്റിയാഗോ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഈ പെട്ടിയിലുള്ളതിനേക്കാൾ വലിയ നിധി അവന്റെ യാത്ര തന്നെയായിരുന്നു എന്ന്. ഇത് ആ അറിവ്, അവന്റെ ഉള്ളിലുണ്ടായ മാറ്റം, ലോകത്തിന്റെ ഭാഷ പഠിച്ചത്, ഭയത്തെ ജയിച്ചത്, സ്നേഹം എന്താണെന്ന് അറിഞ്ഞത്, അതൊക്കെയാണ് യഥാർത്ഥ നിധി. അതല്ലേ യഥാർത്ഥ ആൽക്കമി. ഒരു സാധാരണ ലോഹത്തെ സ്വർണമാക്കുന്ന പോലെ ഒരു സാധാരണ ആട്ടിടയൻ സ്വയം ഒരു നിധിയായി മാറി. അപ്പോ ഈ പ്രപഞ്ചം കൂടെ നിൽക്കും എന്നതിന്റെ അർത്ഥം നമ്മളെ ലക്ഷ്യത്തിലേക്ക് ശരിക്കും ഇറങ്ങിത്തിരിച്ചാൽ വഴിയിൽ സഹായങ്ങൾ പല രൂപത്തിൽ വരും എന്ന് തന്നെയല്ലേ? തീർച്ചയായും തടസ്സങ്ങൾ വരും, പക്ഷേ അതിനെയൊക്കെ മറികടക്കാനുള്ള സൂചനകളും സഹായങ്ങളും ചുറ്റുമുണ്ടാവും. നമ്മളത് കാണാൻ തയ്യാറാകണം എന്ന് മാത്രം. നിധി കിട്ടിയ ശേഷം അവൻ ഫാത്തിമയുടെ അടുത്തേക്ക് മടങ്ങാൻ തീരുമാനിക്കുന്നുണ്ട്. അതും ഈ തിരിച്ചറിവിന്റെ ഭാഗമാണല്ലേ? യാത്രയിലെ ബന്ധങ്ങളും പ്രധാനമാണ്. വളരെ പ്രധാനമാണ്. ലക്ഷ്യം നേടുന്നത് പോലെ തന്നെ ആ യാത്രയിൽ നമ്മൾ ആരായിത്തീരുന്നു, എന്തു പഠിക്കുന്നു, ആരെ കണ്ടുമുട്ടുന്നു എന്നതും പ്രധാനമാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ കഥയിലെ യഥാർത്ഥ നിധി എന്തായിരിക്കാം? ലക്ഷ്യസ്ഥാനം മാത്രമാണോ പ്രധാനം, അതോ അങ്ങോട്ടുള്ള യാത്രയാണോ? നിങ്ങളുടെ സ്വന്തം പേഴ്സണൽ ലെജൻഡ് എന്തായിരിക്കും? അതൊന്ന് തേടിപ്പോകാൻ ഈ കഥ നിങ്ങൾക്കൊരു പ്രചോദനമായോ?